രാധാകൃഷ്ണൻ ഒരു വൈസ് ചാൻസലർ ആയിരുന്നതുകൊണ്ട് നമുക്കിന്ന് ആദ്യത്തെ ചർച്ച അൽഫല എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ്. അൽഫല സർവകലാശാലയെ പറ്റി ചർച്ച ചെയ്യാം. ഫരീദാബാദിലാണ് ഈ അൽഫല സർവകലാശാല. ഈ സർവകലാശാലയിൽ 40% ഈ MBBS വിദ്യാർത്ഥികൾ, 4 ബാച്ചുണ്ട്, 11 ലക്ഷം രൂപ ഒരു വർഷം ഫീസ്. കശ്മീരിൽ നിന്നുള്ള കുട്ടികളാണ് 40%. ഈ കശ്മീരിൽ നിന്ന് പുറത്താക്കപ്പെട്ട അധ്യാപകരുണ്ടല്ലോ, ദേശവിരുദ്ധ പ്രവൃത്തികൾക്ക്, ഡോക്ടർമാർ, അവരെ, അതായത് നേരത്തെ ഗവർണർ തന്നെ അവിടെ നിന്നൊരുത്തനെ പുറത്താക്കിയിരുന്നു, ഒരു ഡോക്ടറെ. അയാൾ അവിടുത്തെ ഈ അസോസിയേഷൻ ഉണ്ടല്ലോ ഡോക്ടർമാരുടെ, അതിൻ്റെ പ്രസിഡന്റും ആയിരുന്നു. അയാളെയും അൽഫലയിൽ എടുത്തു. അവിടെ നിന്ന് ഒരു രോഗിയെ കൊന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടവനാണ് ഈ ഡോക്ടർ ഉമർ നബി ആശുപത്രിയിൽ. അവനെ എടുത്ത് അവിടെ അധ്യാപകനാക്കി. ഇങ്ങനെ കുറെ ആളുകൾ. ഇനി ഇതിന്റെ ചാൻസലർ, ഉടമസ്ഥൻ ജവാദ് അഹമ്മദ് സിദ്ദിഖി, 61 വയസ്സ്. ഇയാള് തീഹാർ ജയിലിൽ കുറെ വർഷങ്ങൾ കിടന്ന തട്ടിപ്പുകാരനാണ് ഇയാളും ഇയാളുടെ സഹോദരൻ സവൂദും. ഇയാള് ശരിക്കും ഇയാളുടെ വീട് ഇൻഡോറിലാണ്. ഇൻഡോറിൽ നിന്ന് ഡൽഹിയിലേക്ക് കുടിയേറിയതാണ് ഇതിന്റെ ഉടമസ്ഥൻ ജവാദ് അഹമ്മദ് സിദ്ദിഖി. 1993 ഇയാൾ ജാമിയ മിലിയ സർവകലാശാലയിലെ ഡൽഹിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറർ ആയിരുന്നു. ഇയാൾ ഇൻഡോറിൽ ആണ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചത്. അപ്പോൾ ജാമിയയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ജാമിയ നഗറിൽ അൽഫല ഹൗസിൽ ആണ് താമസിക്കുന്നത്. ജന്മദിന ആഘോഷം ഈ സമയത്ത് പ്ലാൻ ചെയ്തിരുന്നതാണ്, വലിയ VIP-കളൊക്കെ വിളിച്ചിട്ട്. നടന്നില്ല. ഈ 2 ജിഹാദികൾ ഇതിൽപ്പെട്ട 2 നിക്കാഹും തീരുമാനിച്ചിരുന്ന ഈ ഘട്ടത്തിലാണ്, ഈ ഉമറിൻ്റെ ഒക്കെ. അതും നടന്നില്ല. ഇയാള് ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖി ജനിച്ചത് 1964 നവംബർ 15 മധ്യപ്രദേശിലെ മോവിലാണ് ഇയാൾ ജനിച്ചത്. അംബേദ്കർ ജനിച്ചത് മോവിലാണ്. അംബേദ്കർ മാത്രമല്ല, ജിഹാദികളും അവിടെ ജനിക്കും. അപ്പോൾ ഇൻഡോറിലെ ദേവി അഹില്യ വിശ്വവിദ്യാലയയില് BTech ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈൻ ആണ് ഇയാൾ പഠിച്ചത്. അത് കഴിഞ്ഞ് ഡൽഹിയില് ഇയാളുടെ കുടുംബം കുടിയേറി. സഹോദരൻ സവൂദിനോടൊപ്പം ഇയാൾ പലതരം കച്ചവടങ്ങൾ, ആ കച്ചവടങ്ങളിൽ ഒരു ബ്ലേഡ് കമ്പനിയും പെടും. ആ ബ്ലേഡ് കമ്പനിയുടെ പേരും അൽഫല ഇൻവെസ്റ്റ്മെന്റ്സ് തന്നെ. അതെ, ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് തന്നെ. 1997 ഇയാൾ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി. 2013 അതിന് A കാറ്റഗറി നാക്കിന്റെ A കിട്ടി. ഇപ്പൊ അക്രഡിറ്റേഷനൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2015 ഹരിയാന സർക്കാർ ഇതിന് യൂണിവേഴ്സിറ്റി പദവി കൊടുത്തു. 14 കൊടുത്തു. 2015 എന്നാണ് എൻ്റെ ഇതിലിരിക്കുന്നത്. 2013 നാക് അക്രഡിറ്റേഷനും. അപ്പോൾ ഇയാള് 2014 മുതൽ ജവാദ് അഹമ്മദ് സിദ്ദിഖി ചാൻസലർ. ഈ അൽഫല ഇൻവെസ്റ്റ്മെന്റിന്റെ MDയും ആയിരുന്നു ഇയാൾ, ഈ ബ്ലേഡ് കമ്പനി എന്ന് ഞാൻ പറയുന്നത്. 1996 മുതൽ ഇവിടെ ഈ പോപ്പുലർ ഫിനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് തകർന്നു പോയ ബ്ലേഡ് കമ്പനികൾ ഉണ്ടല്ലോ, ആ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത്. ഇതിലെ ആളുകൾ നിക്ഷേപം നടത്തുക. ഈ നിക്ഷേപകർക്ക് കൊടുക്കുന്നത് ഒരു ഓഹരി സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരാൾ 1 കോടി ഇട്ട് കഴിഞ്ഞാൽ ഈ 1 കോടിയുടെ ഷെയർ ഇയാളിൽ എടുത്തു. പൊളിഞ്ഞു കഴിഞ്ഞാൽ 10,000 ഓഹരി കൊടുക്കും. അതെ, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 93 ലക്ഷം രൂപ കൊടുത്തൊരാ RK സിംഗ് ആണ് ഇയാൾക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്ത് കോടതി ഇയാളെ ശിക്ഷിച്ചത്. ഇത് മില്ലി ഗസറ്റില് 2000 റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് ഇയാളുടെ തട്ടിപ്പുകൾ. സിദ്ദിഖിയുടെ അറസ്റ്റ്, ഡൽഹിയിൽ നിന്ന് ശതകോടികൾ ഈ ബ്ലേഡ് കമ്പനിയിലേക്ക് പിടിച്ച് തട്ടിപ്പ് നടത്തിയത്. അപ്പോ ഇയാള് ഗൾഫിൽ നിന്ന് ഇപ്പോ ഇതിന് ധാരാളം ഡൊണേഷൻസ്, പ്രത്യേകിച്ച് ദോഹയിൽ നിന്ന് ഒക്കെ ഈ യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു ജിഹാദി യൂണിവേഴ്സിറ്റി ആയിട്ട് ശരിക്കും അങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ നടത്തുന്നു എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. എഞ്ചിനീയറിംഗ് കോളേജായിട്ട് തുടങ്ങി, പിന്നെ ഒരു ഡിസ്പെൻസറി അവിടെ വന്നു.
അതെല്ലാം 1997 ഡിസ്പെൻസറിക്ക് ശേഷമാണ് ഇത് 700 കിടക്കയുള്ള ഹോസ്പിറ്റലായിട്ട് അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് ബദൽ എന്നുള്ള നിലയ്ക്കാണ് ഇയാൾ തുടങ്ങുന്നത്. ഹരിയാനയിലെ മേവാത് മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ബീഹാറിൽ നിന്നുള്ളവർ, കശ്മീരിൽ നിന്നുള്ള 40% ആളുകൾ. MBBSന് ഒരു വർഷം 16 ലക്ഷം രൂപ ഫീസ്. ഡൽഹി ഓഖ്ല ജാമ്യ നഗറിലാണ് ഇതിന്റെ ഓഫീസ്. അവിടെയാണ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നത്. ഉമർ ഇവിടെ. പിന്നെ നിസാറുൽ ഹസൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിസിൻ. നിസാറുൽ ഹസനെയാണ് മനോജ് ജോഷി, കശ്മീർ ഗവർണർ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറത്താക്കിയത്. അയാളെ ശ്രീ മഹാരാജ ഹരിസിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് 2023 പുറത്താക്കിയതാണ്. അയാളെയും ഇവിടെ എടുത്തു വെച്ചു. മില്ലി ഗസറ്റിൽ പറയുന്നുണ്ട്, ജവാദ് സിദ്ദിഖി കുറെ വർഷം തീഹാറിൽ ജയിലിൽ സഹോദരൻ സൗദിന്റെ ഒപ്പമായിരുന്നു. 2 സഹോദരന്മാരും അൽ ഫല ഇൻവെസ്റ്റ്മെന്റ് നാട്ടുകാരെ പറ്റിച്ചു. 1992 അൽ ഫല രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പൊ അതില്ല. അന്ന് അതിന് ജവാദ് മാത്രമേ ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അൽ ഫല എഡ്യൂക്കേഷൻ സർവീസ് തുടങ്ങി. അവരാണ് ഈ കോളേജൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഡയറക്ടർ സൂഫിയാൻ, പിന്നെ ഫാർദീൻ ബഗ്, 2 ഡയറക്ടർമാര്. ഈ ഫാർദീൻ ബഗ് അവിടെ അധ്യാപകനുമാണ്, ആ ജിഹാദി. അപ്പോൾ 2003 7.5 കോടി രൂപ ഈ ബ്ലേഡ് കമ്പനി തട്ടിച്ചതാണ്. കേസ് വ്യാജ ഒപ്പുവെച്ചിട്ടാണ് ഷെയറാക്കി മാറ്റിയത് എന്നാണ് ആ കേസിൽ വന്നത്. അപ്പോൾ 100 ഫ്ലാറ്റ് പണിത ഒരു കേസും ഉണ്ടായിരുന്നു. ആളുകളെ 100 ഫ്ലാറ്റ് പറ്റിച്ച് പണിത് നോയിഡയിൽ തട്ടിച്ചത്. അത് ഇയാള് തിഹാർ ജയിലിലായിരിക്കുമ്പോൾ ചില ആളുകൾ വ്യാജരേഖകൾ ഉണ്ടാക്കി 13 കോടി രൂപയ്ക്ക് ഫ്ലാറ്റുകൾ വിറ്റ കേസും ഉണ്ട്. SP യാദവ്, മൻസൂർ ഹസൻ സൈദി, സഞ്ജീവ് ശ്രീവാസ്തവ, അവരാണ് ഈ ഫ്ലാറ്റുകൾ വിറ്റത്. മൊത്തത്തിൽ ഇത് നോക്കുമ്പോൾ ഒരു ജിഹാദി യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഈ ജിഹാദിന് മറവായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന് പല സ്ഥലത്തു നിന്നും ഫണ്ടുകൾ വരുന്നു ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ. ഇതുമായിട്ട് ആ 5ാം ക്ലാസ് വരെ പഠിച്ച മൗലവി ഉണ്ടല്ലോ, മൗലവി ഇർഫാൻ, മോസ്ക്, ഈ MBBSകാരൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്ന ശ്രീനഗർ മോസ്ക്, അയാളും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഓക്കെ, ഇത്രയും വിശദമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർത്തേക്കട്ടെ, കാരണം ഈ ചർച്ച പോകുന്നതിൻ്റെ ഭാഗമായിട്ട്. ഒന്ന്, ഇംഗ്ലണ്ടിൽ UK ഒരു ട്രസ്റ്റ് ഉണ്ട്, അൽ ഫലഹ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ആ ട്രസ്റ്റിൽ നിന്ന് ഇവർക്ക് വലിയ രീതിയിൽ ധനസഹായം ലഭിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഇവർക്ക് ധനസഹായം ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ അൽ ഫലഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഹിതം ചെയ്തതിൻ്റെ പേരിൽ സ്വർഗാരോഹണം ലഭിച്ചവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു ജിഹാദി ഓർഗനൈസേഷനാണ്. ഈ അൽ ഫലഹ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ സ്ഥാപനത്തിന് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ധനസഹായമുണ്ട്. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം അറിയാമല്ലോ. ഇസ്ലാമിക വൽക്കരണത്തെ, വഹാബിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആഗോള വ്യാപകമായി പൈസ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി. അവര് അമേരിക്കയിലെ ചില സർവകലാശാലകൾ, അമേരിക്കയിലെന്നല്ല, അമേരിക്കയില്, യൂറോപ്പില്, ഓസ്ട്രേലിയയില്, പ്രവേശനം കൊടുക്കും. അതെ, അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അവർ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിറ്ററേച്ചറിലുണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ജേർണലിസത്തിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിലാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മീഡിയ വരുന്നത്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യരംഗത്ത് കടന്ന് കയറുന്നതിന് വേണ്ടിയുള്ള ഒരു ജിഹാദി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു സംഭവത്തിൽ തുടങ്ങിയതല്ല. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഹാദിൽ ഏർപ്പെടുന്നവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കണം. അതേസമയം അവർ പോലീസിൻ്റെ ലിസ്റ്റിൽ വരാനും പാടില്ല. ഇപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബോംബേറിൽ പരിക്കേറ്റൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരത് അപ്പം തന്നെ ഇമ്മീഡിയറ്റായിട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും. അപ്പോൾ അത് വരുമ്പോൾ അത് രേഖയായിട്ട് മാറും.
അങ്ങനെ രേഖ വരാതെ ഇവരെ ചികിത്സിക്കുക എന്നതാണ് ഈ ആശുപത്രി തുടങ്ങിയതിൻ്റെ കാര്യം. ഇനി ഇതിൽ വേറൊരു കാര്യമുണ്ട്. 2014 മെയ്യിലാണ് ഈ സ്ഥാപനത്തിന് ഇത് അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആക്ട് നോട്ടിഫൈ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ആക്ട് നോട്ടിഫൈ ചെയ്യാതെ തുടങ്ങാൻ പറ്റില്ലല്ലോ. യൂണിവേഴ്സിറ്റി ആക്റ്റും അതിൻ്റെ റൂൾസും കൂടി 2014 മെയ്യിൽ നോട്ടിഫൈ ചെയ്ത് ജൂണിൽ ഈ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം കിട്ടുകയാണ്. അത് ഹൂദ ഗവൺമെൻറ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അറിയാലോ, കോൺഗ്രസിൻ്റെ ഭൂപീന്ദർ സിംഗ് ഹൂദയാണ് അത് കൊടുക്കുന്നത്. അത് കൊടുക്കാനും ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ AP അഹമ്മദ് ഉണ്ടല്ലോ, അഹമ്മദ്, ഏത് അന്ന് സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഹൂദ ഇത് ചെയ്തത്. അങ്ങനെയാണ് ഇതിന് പെട്ടെന്ന് കിട്ടുന്നത്. ഇനി അതിലും ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ട്രസ്റ്റ് ഉണ്ടല്ലോ, അൽ ഫഹൽ ട്രസ്റ്റ്, ആ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഇതിന് അംഗീകാരം കൊടുക്കുമ്പോൾ. അതെ, അതിന് രജിസ്ട്രേഷൻ കിട്ടുന്നത് 2020 ഇനി ഒരു ആശുപത്രി തുടങ്ങാനുള്ള ഇതൊരു 2017 അത് 7 കൊല്ലം മുമ്പാണ് ഇവർ എൻജിനീയറിംഗ് കോളേജും ഒരു ആശുപത്രി കൂടി തുടങ്ങുകയാണ് ചെയ്തത്. ആ ആശുപത്രിയെയാണ് ഇവർ മെഡിക്കൽ കോളേജാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അത് വെറും 7 വർഷം വെറും ഒരു ഡിസ്പെൻസറി ലെവലിലുണ്ടായിരുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിക്ക് ഇത് അംഗീകാരം കിട്ടാനും അഹമ്മദിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AP അഹമ്മദ് അല്ലേ, സോണിയാഗാന്ധിയുടെ മറ്റേ പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ അദ്ദേഹം അഹമ്മദ് പട്ടേൽ, അലുമിനിയം പട്ടേൽ, അഹമ്മദ് പട്ടേൽ. ആ അഹമ്മദ് പട്ടേൽ അദ്ദേഹമായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹമാണത് പറഞ്ഞത്. ഈ ട്രഷറർ പണം കൈകാര്യം ചെയ്തിരുന്നത്, അവരുടെ ഫാമിലി പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നതൊക്കെ അയാളായിരുന്നു. അയാൾ പെട്ടെന്ന് മരിച്ചുപോയി. അയാൾ ഗുജറാത്തിലായിരുന്നു കുറച്ചു കാലം. അപ്പോൾ ഈ അഹമ്മദ് പട്ടേൽ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ ശക്തി. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സർവകലാശാല ധനസഹായ കമ്മീഷൻ്റെ എല്ലാ ചട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ഇതിന് യൂണിവേഴ്സിറ്റി അംഗീകാരം കൊടുത്തത്. മാത്രവുമല്ല, 7 വർഷം മാത്രം ഒരു എൻജിനീയറിംഗ് കോളേജും ഒരു ആശുപത്രിയും പ്രവർത്തിപ്പിച്ചിരുന്ന ഒരു സ്ഥാപനത്തിനാണ് എന്ത് കൊടുക്കുന്നത്? സർവകലാശാല പദവി കൊടുക്കുന്നത്. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത. ആ എൻജിനീയറിംഗ് കോളേജ് ആണെങ്കിൽ അങ്ങനെ വലിയൊരു പ്രമാദമായ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെരിറ്റുള്ളൊരു സാധനമല്ല. പിന്നെ ഇവിടെ നിന്ന് രാമൻ പറഞ്ഞപ്പോൾ രാമൻ ഒരു കാര്യം പറഞ്ഞ്, നാക്കിൻ്റെ എ കിട്ടിയെന്ന്. നാക്കിലെന്താ സംഭവിക്കണമെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് ഈ നാക്ക് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന സംഗതി തന്നെ നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. വേറൊന്നുകൊണ്ടല്ല, അതിൽ വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ നടക്കുന്നുണ്ട്. ഞാനതിന് കിട്ടി എന്ന് പറഞ്ഞത് ഒരു ജിഹാദ് സ്ഥാപനത്തിന് കൊടുത്തു എന്നുള്ളത് വരുത്താനാണ് ഇത് വരുന്നത്. ഇത് ഒരു ഇന്ത്യയിൽ മാത്രം നടന്നൊരു പദ്ധതി അല്ല. ആഗോള വ്യാപകമായി ആശുപത്രി രംഗത്ത് ജിഹാദി ഫണ്ട് ഇറക്കുന്നതിന് വേണ്ടി നടത്തിയൊരു കാര്യമാണ്. നേരത്തെ രാമൻ പറഞ്ഞില്ലേ, ഇവർക്ക് എന്താണ് അയാളുടെ മറ്റേ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പേരിലാണ് വരുന്നത്. അതിനാണ് അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അത് ഇൻകം ടാക്സുകാരെയും ബാക്കിയുള്ളവരെയും പറ്റിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. ശരിക്ക് പറഞ്ഞാൽ അത് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റാണ്. ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ജിഹാദ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്ത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടുത്തെ പോപ്പുലർ ഫിനാൻസ് ഇങ്ങനത്തെ സംഗതി ഒക്കെ നന്നായിട്ട് അറിയാം. ഞാൻ എഴുതിയതിനെ തുടർന്നാണ് അത് പൊട്ടിയതും. അതെന്താണെന്ന് വെച്ചാൽ, റിസർവ് ബാങ്കിനെ പറ്റിക്കാൻ ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ NBFC അവർക്ക് ചില നിയമങ്ങളുണ്ട്. സ്വർണ്ണപ്പണ്ടം പണയം മാത്രമേ എടുക്കാവൂ എന്നുള്ളതൊക്കെ പൊളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ല, ഇതിവിടെ ചെയ്യുന്ന വേറൊന്നും കൂടിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കക്ഷികളുണ്ടല്ലോ, അതിൽ ഏതോ ഒരുത്തനാണ് ഇപ്പോൾ പോയി കേസ് കൊടുത്തേക്കണം. അവൻ ചിലപ്പോൾ ഇതിനകത്ത് കൂടുതൽ പണം കിട്ടുമെന്ന് കരുതിയിട്ട് ആർത്തി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെട്ടതായിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് മുഴുവനും എന്ന് വെച്ചാൽ വിദേശത്തു നിന്ന് കിട്ടുന്ന ഫണ്ട് അവരുടെ പേരിൽ വന്നിട്ട്
അത് ചാനലൈസ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പോഴെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നേരെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫണ്ട് യഥാർത്ഥത്തിൽ ടെറർ ഫണ്ടാണ്. ആ ടെറർ ഫണ്ട് ഇവർക്ക് കിട്ടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സർവകലാശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർവകലാശാലയിൽക്കാണ് ഈ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അത് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടൊരു സർവകലാശാല സ്ഥാപിക്കപ്പെടുകയാണ്. അവിടെയാണെങ്കിൽ എന്താ നടക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരാൾക്കും വ്യക്തമായിട്ടൊരു പിടിയുമില്ല. അവിടെ ഒരു മൊല്ലാക്ക കാര്യം പറഞ്ഞില്ലേ, ഈ മൊല്ലാക്കക്ക് 6000 രൂപയാണ് ഈ മൊല്ലാക്കക്ക് അവിടെ ശമ്പളം. അതിൻ്റെ പുറകിലുള്ളൊരു കുടുസ് വീട്ടിലാണ് ഇയാളും ഭാര്യയും മക്കളും കൂടി താമസിക്കുന്നത്, യൂണിവേഴ്സിറ്റിയോട് ചേർന്ന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇയാൾ പണിതിരിക്കുന്ന ഒരു കെട്ടിടത്തിലാണെന്നാണ് 2900 മറ്റേ വെടിമരുന്ന് പിടിച്ചില്ലേ, അത് അവിടെ നിന്നാണ്. അതെന്താ കാര്യം? മൗലവിയുടെ സ്ഥലത്ത് നിന്നാണ് അത് ഇയാൾ പണിതേക്കാണ്. അതിൽ ഒരെണ്ണം മറ്റേ ഈ ഇതിൻ്റെ പ്രൊഫസറില്ലേ, നബിയല്ല മറ്റവൻ, ഇതാ ഹമ്മൽ, മുസമ്മൽ അതിലൊരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ആ മുറിയിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. അതെ, അത് 2400 രൂപ 2 മാസത്തേക്ക് വാടക എടുത്തു. 2 മാസത്തേക്കല്ല, അത് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇയാൾ പലരെയും വാടകയ്ക്ക് താമസിപ്പിക്കുന്നുണ്ട്. അത് സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് ഫണ്ടിങ് കൊണ്ട് ഇയാൾ പണിതാണ്. പണിതതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ടെമ്പററി ആയിട്ട് വരുന്ന ജിഹാദികൾക്ക് ഷെൽട്ടർ ഒരുക്കലാണ്. അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കാൻ വീട് കിട്ടുക, അതൊന്നും വേണ്ട, ഇവിടെ പോയിട്ട് താമസിക്കാം. ഇവിടെ ആരുടെയെങ്കിലും ഒരാളുടെ പേരിൽ മുറി എടുത്തിട്ടുണ്ടാകും. ആ ഏരിയ ആണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്, ആ ഏരിയയിൽ മുസ്ലിംസ് അല്ലാതെ വേറെ ലോകത്ത് ആരും ഇല്ലാത്തൊരു ഏരിയ. അല്ല, ഈ സർവകലാശാല ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അങ്ങ് ഖേദിക്കുന്നുണ്ടോ? അങ്ങൊരു VC ആയിരുന്നില്ലേ? അല്ല, ഇത് അവിടെ ഒരു ജിഹാദി വകുപ്പ് തുടങ്ങാൻ പറ്റാത്തതിൽ ഖേദമുണ്ടോ? അല്ല, അവിടെ ജിഹാദി വകുപ്പെന്നല്ല, ഇതൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഘങ്ങൾ കേരളത്തിലില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും? ഒക്കെ ധാരാളം ഉണ്ട്. കേരളത്തിലില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റും? കേരളത്തിൽ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്. ഇവരെല്ലാം കടക്കുന്ന ഒരു സംഘം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം സൗകര്യമായിട്ട് ഷെൽട്ടർ ഒരുക്കിക്കൊണ്ട് LDFും UDFും ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഈ 12 സാധുക്കൾ കൊല്ലപ്പെട്ടല്ലോ, നിങ്ങൾ എവിടെയെങ്കിലും മെഴുകുതിരി പ്രാർത്ഥന കണ്ട? എവിടെയെങ്കിലും വായ്മൂടി കെട്ടി പ്രകടനം കണ്ട? എവിടെയെങ്കിലും സമാധാന സന്ദേശം കൊടുക്കൽ കണ്ട? എവിടെയെങ്കിലും കുറേ പാതിരിമാരുണ്ടല്ലോ ഇറങ്ങാറുള്ളത്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങുന്ന ആ പാതിരിമാർ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞായിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ഇവർക്ക് ആർക്കും ഒരു പരിപാടിയില്ല. അപ്പോൾ അതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? അമേരിക്ക പറഞ്ഞ് ക്രിസ്ത്യാനികളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെട്ട് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നു ചേർന്ന് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കും. ഹിന്ദുക്കൾക്ക് വേണ്ടി ഇന്ത്യയിൽ പോലും ഹിന്ദുക്കൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. 34 വയസ്സുള്ള കട്ടാരിയ എന്ന് പറഞ്ഞ RSS പ്രവർത്തകൻ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം മറ്റേ മരുന്ന് കട നടത്തുകയായിരുന്നു അവിടെ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഹിന്ദുക്കൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആരെങ്കിലും സംസാരിച്ചാൽ അത് സംസാരിക്കാൻ പാടില്ല എന്ന് ഇവർ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മോദിക്ക് അല്ല, ട്രംപിന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ലോകമെമ്പാടുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ ജിഹാദി സർവകലാശാല അത് അവിടെ അവസാനിപ്പിക്കാം. ആ സർവകലാശാല ഇനി എന്ത് ചെയ്യും? ആ സർവകലാശാലയുടെ അംഗീകാരം പിൻവലിക്കുകയും അവിടുത്തെ വിദ്യാർത്ഥികൾ ജെനുവിനാണോ എന്ന് പരിശോധിക്കണം. ജെനുവിനായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റ് കോളേജുകളിൽ പഠനം നടത്താനുള്ള അവസരം ഉണ്ടാക്കുകയും വേണം. അല്ലാണ്ട് ജിഹാദികൾക്ക് വേണ്ടി ഒരു സർവകലാശാല ഇന്ത്യയിൽ സാധ്യമല്ല എന്ന് മാത്രമല്ല, വ്യാപകമായിട്ട് ജിഹാദി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാകുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.